ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു കഫ്താൻ നൈറ്റിയുടെ കട്ടിംഗ് ആണ് കാണിക്കുന്നത്. നമ്മളിവിടെ തുണി 4ആയിട്ട് മടക്കിയിട്ടുണ്ട്. നൈറ്റി ബിറ്റ് നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടുന്നത് നമ്മളിപ്പോൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നീട് ലെങ്ത് മാർക്ക് ചെയ്ത് അവിടെ നിന്നും 1 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് നമ്മളവിടെ ഒരു കർവ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡറൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ കൂടുതലായിട്ടൊന്നും മാർക്ക് ചെയ്യാനൊന്നും കട്ട് ചെയ്യാനൊന്നുമില്ല. ഷോൾഡർ ഞാനിവിടെ 10 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്നും താഴേക്ക് ഒരു ആംഹോളിൻ്റെ ലെങ്ത് 10 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് ഓപ്പൺ റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 8 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ആ 10 ഇഞ്ച് മാർക്ക് ചെയ്ത ആ പോയിൻറ്റിലേക്ക് ഇവിടെ നിന്നും ചരിച്ചൊരു ലൈൻ വരച്ചിട്ട് ഇനി നമുക്ക് അവിടെ നിന്നും ആംഹോളിൻ്റെ ഭാഗം ഒന്ന് കുഴിച്ച് വരച്ച് ഇങ്ങനെ ഇതുകൂട്ട് താഴെ വരെയും നമ്മളൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഒത്തിരി അളവുകളൊന്നുമില്ല, ഒത്തിരി കട്ട് ചെയ്യാനില്ല, ഒത്തിരി മാർക്ക് ചെയ്യാനില്ല. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് നെക്ക് ലെങ്തും ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ നെക്ക് വിഡ്ത്ത് 3 ഇഞ്ചാണ്. ഞാൻ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് 2.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നെക്ക് വിഡ്ത്ത്. ഫ്രണ്ട് നെക്ക് ലെങ്ത് 5.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് വീണ്ടും നെക്ക് വിഡ്ത്ത് 2.25 ഇഞ്ച് ഒന്നുകൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ക്രോസ് പീസ് ഉപയോഗിച്ചാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത്, അതുകൊണ്ടാണ് 2.25 ഇഞ്ച് മാർക്ക് ചെയ്തത്. അന്നേരം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വരുമ്പോൾ 3 ഇഞ്ച് കിട്ടും. ബാക്ക് നെക്ക് ലെങ്ത് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ ഒരു ബോക്സ് പോലെ വരച്ച് റൗണ്ട് നെക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം കട്ട് ചെയ്യാനായിട്ട് നെക്ക് കട്ട് ചെയ്യണം. പിന്നെ താഴ്വശം ലെങ്ത് മാർക്ക് ചെയ്തതും കട്ട് ചെയ്യണം. അത്രേ കട്ടിങ്ങേ വരുന്നുള്ളൂ. ബാക്ക് നെക്കാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് കൊടുക്കുന്നത്. പിന്നീട് ഈ ഫ്രണ്ട് പീസിനെ ഇങ്ങനെ ഒന്ന് ഉയർത്തിപ്പിടിച്ചതിന് ശേഷം നമ്മൾ ഫ്രണ്ട് നെക്കും ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഷോൾഡറിൻ്റെ ഭാഗം അറിയുന്നതിനായിട്ട് സെൻറ്റർ ഭാഗത്ത് ഒരു നോച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അറിയുന്നതിനായിട്ടാണ്. പിന്നീട് താഴ്വശം എത്രയാണോ ലെങ്ത് മാർക്ക് ചെയ്ത് അവിടെയും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. ബാലൻസ് ഉള്ള പീസ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. കട്ടിങ് ഇത്രയേ ഉള്ളൂ. നെക്കിൻ്റെ ഭാഗം താഴ്വശത്ത് ഇത്രയും കട്ടിങ് മാത്രമേ വരുന്നുള്ളൂ. ഇനി നമുക്ക് ക്രോസ് പീസ് ഉപയോഗിച്ച് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കണം. ക്രോസ് പീസ് എങ്ങനെയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതും നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ വീഡിയോ ഞാൻ പ്രത്യേകം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഐക്കാർഡിൽ കൊടുത്തേക്കാം. ഞാനിവിടെ അത് വിശദമായിട്ടൊന്നും പറയുന്നില്ല. പ്രത്യേകമായിട്ട് ഞാൻ നെക്ക് ഫിനിഷ് ചെയ്യുന്ന ക്രോസ് പീസ് ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്യുന്നതും എങ്ങനെയാണ് ക്രോസ് പീസ് കട്ട് ചെയ്ത് ജോയിൻറ്റ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഐക്കാർഡിൽ കൊടുത്തേക്കാം. ഇവിടെ ഞാൻ നെക്ക് ക്രോസ് പീസ് ഉപയോഗിച്ച് ഫിനിഷ് ചെയ്തെടുക്കുകയാണ്. ഇതിൽ ഞാൻ കട്ടിങ് മാത്രമാണ് കാണിക്കുന്നത്. പിന്നീട് സ്റ്റിച്ച് ചെയ്ത കുറച്ച് ഭാഗങ്ങളുള്ളതുകൊണ്ട് അതും കൂടി ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഞാൻ കഫ്താൻ നൈറ്റിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഐക്കാർഡിലോ കൊടുത്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.